എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാ വൈകിട്ട് 4 മണിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. 4 മണി മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഞാൻ അതാ മക്കളൊക്കെ വന്നപ്പം തലേ ദിവസം സേമിയ പായസം വെച്ചായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിനകത്താക്കി ഐസ് പോലെ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ എടുത്തതാ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള തയ്യാറായി. ഇപ്പോൾ ചായക്ക് ഞാൻ സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ 2 മുട്ടയും കുറച്ച് ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഓംപ്ലേറ്റ് ആക്കിയിട്ട് അതിൻ്റെ മീതെ 2 ബ്രെഡൊക്കെ വെച്ച് മടക്കി അതിലേക്ക് പിന്നെ നമ്മുടെ കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവും. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മോൻ ദാ ഇവിടെ മുണ്ട് കൊടുത്തുകൊണ്ട് വന്ന് നിൽക്കുക. കൊള്ളൂല, നീ എവിടെ ഇട്ടാണോ ഇപ്പം മുണ്ട് കൊടുത്ത്? അങ്ങനെ അവൻ്റെ കളിയും ചിരിയും തമാശയൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് വന്ന് ഞാൻ എന്താ ചായയും ബ്രെഡ് ഓംപ്ലേറ്റും ഒക്കെ കൊണ്ടുവച്ചപ്പോൾ ആളിനെ കാണാനില്ല. എന്തരം ഉണ്ടാക്കണം? ഇത്രയും വലിയ ജാറ് വേണോ? എന്താന്നിട്ടേനെ രണ്ടൈറ്റം. ഒന്ന് പൊടി, നല്ല പൊടിഞ്ഞതും മാറ്റാതെ പൊടിയാതും. പാല് തണുത്തതില്ല. പഞ്ചസാര സ്വന്തമായിട്ട് കോൾഡ് കോഫി ഉണ്ടാക്കിയത്. പക്ഷേ കോൾഡിന് പാല് തണുത്തതില്ല. നിങ്ങൾ ഉണ്ടാക്കല ഫസ്റ്റ് ഒരു ചെറിയ ജാർ എടുക്കണം. എന്നിട്ട് ഇത് ഇടണം, കോഫി പൊടി ബ്രൂവിൻ്റെ ഇട ഇതും പഞ്ചസാര ഇടണം, കുറച്ച് വെള്ളം മതി. പിന്നെ പാലും കൂടെ. പാല് ഫ്രിഡ്ജിനകത്തില്ല, വെളിയിൽ വർക്കേരിയയിൽ. കോൾഡ് കോഫി സ്വന്തമായിട്ട് തയ്യാറാക്കി. അവിടെ കോൾഡ് ഇല്ലാത്ത കോൾഡ് കോഫി. ഇപ്പോൾ സ്വന്തമായിട്ട് കോൾഡ് കോഫിയൊക്കെ ഉണ്ടായി കുടിച്ചിട്ട് ഇതാ ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവ കുറേ പാലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോണ കേട്ടോ. ട്യൂഷന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിനകത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി വന്നിട്ട് വീണ്ടും ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഉണ്ടാക്കി കേട്ടോ സ്വന്തമായിട്ട്. അത് നല്ല ടേസ്റ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞു, തണുപ്പുള്ളതുകൊണ്ട്. അതായത് അവർ റെഡിയായി. ഇനി ട്യൂഷനൊക്കെ കൊണ്ടാക്കി ഇട്ട് ഞാൻ വരും. അപ്പോൾ അത് കഴിഞ്ഞത് ആ രാത്രിയത്തേക്ക് കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അത് വെക്കണം. പിന്നെ ഇത് ചക്കയാണ് കേട്ടോ. ചക്കയും ബീഫും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചക്കത ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടൊന്ന് വേവാൻ വെച്ച്, അതുപോലെ ബീഫ് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടൊന്ന് കുക്കറിലൊന്ന് വേവിച്ച് എടുക്കാൻ വേണ്ടിയത് അതും ഗ്യാസിനകത്ത് വെച്ച്. ആ സമയത്ത് നമ്മൾ ചായ കുടിച്ച കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ നമ്മുടെ ആ വേവാനും പെട്ടെന്ന് റെഡിയാവും, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലീനിങ്ങും നടക്കും. അല്ലെങ്കിൽ നമുക്ക് രാത്രി പാചകങ്ങളും ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളായിപ്പോവും കഴുകാൻ. അപ്പോൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ കഴുകിയതാ. കിച്ചനും പിന്നെ വേറെ ജോലിയൊന്നുമില്ലല്ലോ, ക്ലീനിങ് വേറെ ഒന്നും കാണില്ലല്ലോ. നമ്മളിതാ രാത്രിക്കുള്ളതെല്ലാം അടുപ്പിന് വച്ച് അപ്പോൾ സിങ്കും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. പിന്നെ പെട്ടെന്ന് രാത്രിയാകുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ നമുക്ക് നല്ലതായിട്ട് കിടക്കും. ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ കാണില്ല രാത്രി നമുക്ക്. അല്ലെങ്കിൽ രാത്രി കഴിച്ചിട്ടൊക്കെ ആകുമ്പോൾ നല്ല ക്ഷീണമായിരിക്കും, പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ മടിയായിരിക്കും. അങ്ങനെ തന്നെ ഇതാ നമ്മുടെ ബീഫും ചക്കയും വെന്തു ആ സമയത്ത് പാത്രങ്ങളും കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയായി എടുത്ത് വീട്ടിനകമൊക്കെ ക്ലീനാക്കി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് സന്ധ്യയായി, ഇനി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ മക്കൾ വരും. അത് കഴിഞ്ഞാണ് അടുത്ത ജോലികളൊക്കെ വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. സിമ്പിളായിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ചട്ടിയിലൊക്കെ വെച്ചപ്പം ഓയിലൊഴിച്ച് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് നല്ല കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് കുറച്ച് ബീഫേ ഉള്ളായിരുന്നു കേട്ടോ. നമ്മൾ ന്യൂ ഇയറിന് വാങ്ങിച്ചതിൻ്റെ ബാക്കിയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കുറച്ച്
മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇനി വെന്ത ബീഫൊക്കെ അതിലേക്കിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കറിവേപ്പില കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കുറച്ച് ഗരം മസാലയും പിന്നെ മീറ്റ് മസാല ഉണ്ടെങ്കിൽ ഇപ്പോഴും ചേർത്ത് കൊടുക്കുക. ഞാൻ മീറ്റ് മസാലയൊന്നും ഇട്ടില്ല. നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇനി ഗ്രേവിക്ക് കുറച്ച് ചൂട് വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് തിളപ്പിക്കുമ്പോൾ നമ്മൾ അടിപൊളി ബീഫ് കറി റെഡിയായി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ചക്കയും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ മോനും വന്ന് നിൽക്കുകയാണ്. അവൻ്റെ കോൾഡ് കോഫി വീണ്ടും കുടിക്കണമെന്നും പറഞ്ഞ് തയ്യാറാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞാൻ അതാ ചക്കയിലേക്ക് അരപ്പിട്ട് കൊടുത്ത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി വെച്ച് ആ സമയത്ത് ഇതാവാൻ കോൾഡ് കോഫി തയ്യാറാക്കി. അടിച്ചു കഴിഞ്ഞിട്ട് കളിക്കാം. തണുപ്പ് കൊടുത്തേ എന്തിനാ തണുപ്പോ ജാറെങ്കിലും അവിടെ വെച്ചാലേ ഇത്ര ടേസ്റ്റാ. അപ്പോൾ ഇതാവൻ അതൊക്കെ തയ്യാറാക്കി കുടിച്ച് പിന്നെ ഞാൻ എന്താ പുട്ടൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച് പുട്ട് അങ്ങനെ നമ്മുടെ പുട്ടും ചക്കയും ബീഫും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്ന് രാത്രി ഇതായിരുന്നു കഴിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഐറ്റംസ് കേട്ടോ. അപ്പോൾ ചക്ക എല്ലാവർക്കും കഴിക്കില്ല രാത്രി, അങ്ങനെയാണ് പുട്ടും കൂടെ റെഡിയാക്കിയത്. ഞാനാണ് ചക്ക കഴിക്കുന്നത്. പിന്നെ ഇതാ ഒരു സലാഡ് പോലെ ഉണ്ടാക്കിയെടുത്ത് കുക്കുംബറും തക്കാളിയും സവാളയൊക്കെ കൂടെ ഇതുപോലെ റൗണ്ടിന് അരിഞ്ഞ് എടുത്ത് വയ്ക്കുമ്പോൾ ഓരോ പീസായിട്ട് എല്ലാവരും കഴിക്കും. അപ്പോൾ അതിനിടയിൽ തന്നെ ഉള്ള പാത്രങ്ങളൊക്കെ ഞാൻ ഇതാ വീണ്ടും വന്നത് കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പുട്ട് റെഡിയാക്കിയ കുക്കറും നമ്മുടെ ചിരട്ട പുട്ടുണ്ടാക്കണം അത് മാത്രമേ ഉള്ളൂ കഴുകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ ജോലി ചെയ്യുമ്പോഴും ക്ലീനിങ് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് ചെയ്താൽ നമ്മൾ ആ വീട് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കും. നമുക്ക് വീണ്ടും ഒന്നേന്ന് ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ഇതാ എല്ലാവരും കഴിക്കാൻ വേണ്ടി എടുത്ത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ അടുപ്പൊന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ച്. ഒത്തിരി ഒന്നുമില്ല, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇതുപോലെ തുടച്ചിടില്ല. ഇങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ വൃത്തിയിടേക്കാൻ വിട്ടേക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്നാകുമ്പോൾ അതങ്ങ് നമുക്ക് തന്നെ പെട്ടെന്നങ്ങ് ചെയ്ത് തീർക്കാനേ എളുപ്പം തോന്നും, പാടായിട്ട് തോന്നില്ല. അതുകൊണ്ട് നല്ല ക്ലീനായിട്ട് കിടക്കുക തന്നെ അടുപ്പ്. അങ്ങനെ അതൊക്കെ തുടച്ചിതാ അടുക്കളയിലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്നതാ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് കിടക്കുമ്പോൾ നമുക്ക് രാവിലെ എഴുതിച്ച് വന്ന് ജോലി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഇതായിരിക്കും. ജോലി ചെയ്യാനും തോന്നില്ലെങ്കിൽ ഇത് ക്ലീനിങ് ചെയ്യണോ, ഇന്നത്തെ പാചകം ചെയ്യണോ, ഇത് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള ആകെ ടെൻഷനായിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ഇട്ടിട്ട് കിടക്കുമ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ല. അപ്പോൾ അതുപോലെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ആ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പിറ്റേന്ന് രാവിലത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുമല്ലോ, നമുക്ക് എന്താണ് വേണ്ടത് അതൊക്കെ ഒന്ന് ഇപ്പോൾ എന്തെങ്കിലും കുതിർക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇടും. അപ്പം ഞാൻ കുറച്ച് പയറൊക്കെ എടുത്ത് കുതിർത്ത് അങ്ങനെ കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് അടച്ച് വയ്ക്കുക. പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എനിക്ക് പച്ചക്കറി നാളെ വേണ്ട, പേണിങ് വേണ്ട, അതൊക്കെ ഒന്ന് കറി വയ്ക്കണം. അതുകൊണ്ട് ഒത്തിരി അങ്ങ് രാവിലെ കട്ടിങ്ങൊന്നും പാടില്ലല്ലോ, അതുകൊണ്ടൊന്ന് രാത്രി കട്ട് ചെയ്തൊന്നും വെച്ചില്ല. അങ്ങനെ പയറൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത് വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.